നമ്മൾ ഈ ഷിരൂർ വാർത്തയോട് വിട പറഞ്ഞു പോകുമ്പോൾ മറക്കാൻ പാടില്ലാത്ത പേരാണ് ഈശ്വർ മാൽപ്പയുടേത്. ഈ ലോറി ഈ പുഴയിൽ തന്നെയുണ്ട് എന്നുറപ്പിച്ചത് ഈശ്വർ മാൽപ്പയാണ്. ഈശ്വർ മാൽപ്പയുടെ വരവ് രണ്ടാം ഘട്ട ദൗത്യത്തിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. പലതവണ ആഴങ്ങളിലേക്ക് ഈശ്വർ മാൽപ്പ മുങ്ങിയിട്ടു. നേവി പോലും മടിച്ചു നിന്നിടത്ത് ഈശ്വർ മാൽപ്പയെ കനത്ത കുത്തൊഴുക്കിൽ 6-7 നോട്ട്സ് വേഗതയിൽ ഗംഗാവലി പുഴ ഒഴുകുമ്പോൾ അടിത്തട്ടിലേക്ക് ഈശ്വർ മാൽപ്പെ മുങ്ങിപ്പോയി. പക്ഷേ അപ്പോഴും നിരാശയായിരുന്നു ഫലം. പക്ഷേ അതപ്പോഴും ഈശ്വർ മാൽപ്പയിലെ പോരാളിയെ നമുക്ക് കാട്ടിത്തന്നു. പക്ഷേ ഈശ്വർ മാൽപ്പയോടും ഭരണകൂടം നീതി കാട്ടിയില്ല എന്നാണ് ഈശ്വർ മാൽപ്പെ തന്നെ നമ്മളോട് പറഞ്ഞത്. തൊഴുകൈയോടുകൂടി മാപ്പപേക്ഷിച്ച് ഈശ്വർ മാൽപ്പെ പോകുമ്പോൾ ചിലരെങ്കിലും കരുതി ഈശ്വർ മാൽപ്പെ വരുമാനമുണ്ടാക്കാനും റേറ്റിംഗ് ഉണ്ടാക്കാനും വന്നയാളാണെന്ന്. പക്ഷേ ഒടുവിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത്രമേൽ ദാരിദ്ര്യത്തിലും അത്രമേൽ ബുദ്ധിമുട്ടിലുമാണ് ഈശ്വർ മാൽപ്പെ ജീവിക്കുന്നതെന്ന്. ഈശ്വർ മാൽപ്പയുടെ ചുറ്റുപാടുകൾ ആ രീതിയിൽ റേറ്റിംഗ് ഉണ്ടാക്കി വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരാളുടേതായിരുന്നില്ല എന്നത് വാസ്തവമായിരുന്നില്ല.